ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി ചിക്കൻ കടായി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം തന്നെ ഞാനിതാ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ വേണേൽ വെളിച്ചെണ്ണ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ വേണേൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുക കേട്ടോ. ഇനി ഇത് ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഇത് ഗാർണിഷ് ചെയ്യാനുള്ള ക്യാപ്സിക്കവും സവാളയും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഓവർ കുക്കാക്കേണ്ട ആവശ്യമില്ല. ഇത് ഗാർണിഷിങ്ങിനാണ് കേട്ടോ. ഇത് കുറച്ച് വലിയ സൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇനി ഇത് ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് കോരി വെക്കാം. അതിനുശേഷം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓവർ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം തരത്തിൽ ഫ്രൈ ചെയ്യാം. അങ്ങനെ ഇതാ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു സൈഡായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഇതിന് വേണ്ട മസാല തയ്യാറാക്കണം. ഗ്രേവി റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറുതാക്കി അരിഞ്ഞ 3 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തുടയണം. അതിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കടായി മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. മല്ലിപ്പൊടിയൊക്കെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കൂടെ കടായി മസാലയും അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും തൂവി കൊടുക്കാം. അവസാനം ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കവും വലിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.